Welcome to Jasis kitchen. ഇന്നൊരു അടിപൊളി ഇഫ്താർ സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് നടുവൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഈ മഞ്ഞ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഒരു ബൗളിലേക്ക് എല്ലാ കോഴിമുട്ടയുടെയും മഞ്ഞ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഈ സ്നാക്സിലേക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അരമുറി നാരങ്ങയുടെ നീരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക, ഒരു നുള്ള്. പിന്നെ ഒരു കോഴിമുട്ടയുടെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ആദ്യം മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 200 ml ഗ്ലാസ്സിൽ പകുതി ഓയിൽ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു മുട്ട വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് പകുതി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. 2 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്ലാസ് 200 ml തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് അടിച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള ഗാർലിക് പേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഇതിന് മാറ്റി വെക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെ മഞ്ഞയിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലക്സ് ആണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇതില്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്താലും മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എരിവൊന്നും കുട്ടികൾക്ക് അധികം പറ്റാത്തത് കൊണ്ട് കുറച്ച് മാത്രമേ ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ പീസ് എടുത്തിട്ട് അതിൽ ഈ ഫില്ലിങ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട ഒന്ന് ഈ മുട്ടക്കൂട്ടിൽ മുക്കിയിട്ട് ഇതൊന്ന് ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം ഇതൊന്നിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്സ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ മുട്ട ആയതുകൊണ്ട് തന്നെ ചിലപ്പം പൊട്ടിത്തെറിക്കും. അപ്പോൾ വെളിച്ചെണ്ണ മേലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചും കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇഫ്താറിനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ്. ഇനി ഒരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.